ഈ വായനശാലയോട് ചേർന്ന് അതിൻ്റെ തൊട്ട് ബാക്കിലൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്താണ് എപ്പോഴും മദ്യപാനം, ചീട്ടുകളി. ഇതൊരു സ്ഥിരം നടക്കുന്ന സംഭവമാണ്. ഇന്നലെ പോലീസ് സ്റ്റേഷനല്ലാതെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്, ഗോവിന്ദ മാഷിനെ അറിയിച്ചിട്ടുണ്ട്, ബേബി സാറിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും. കാരണം എന്താ വെച്ചാൽ ഇവരെന്ത് ചെയ്താലും ആദ്യം ഫോൺ ചെയ്യുന്നത് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ആ കല്ലായിട്ട് തലയിൽ എൻ്റെ മോളുടെയൊക്കെ തലയിൽ വീണിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കി എടുത്തെറിയാൻ വന്നത്. നമസ്കാരം. തിരുവനന്തപുരം പേട്ടയിൽ ചില CPM നേതാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന് ഒരു വീട്ടമ്മയുടെ പരാതി വന്നിരിക്കുകയാണ്. അതായത് ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു സിത്താര എന്ന് പറയുന്ന വീട്ടമ്മയെയും മക്കളെയും കല്ലെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ സിത്താര എന്ന വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ മുൻപും ഇത്തരത്തിൽ ആക്രമണ രീതി ഉണ്ടായിട്ടുണ്ട് എന്നും ഈ വീട്ടമ്മ പറയുന്നുണ്ട്. എന്തായാലും നിരവധി തവണ പാർട്ടിയിലുള്ള മുൻനിര നേതാക്കൾക്കും അതുകൂടാതെ പോലീസ് അധികാരികൾക്കും എല്ലാം തന്നെ പരാതി നൽകിയിട്ടും ഈ സഖാക്കൾക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ വീട്ടമ്മ എന്തായാലും പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം എന്തായാലും ഇവരെയും ഇവരുടെ മക്കളെയും ആക്രമിക്കാൻ വലിയ രീതിയിൽ കല്ലെടുത്ത് എറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. എന്തായാലും ഈ വീട്ടമ്മ തന്നെ, ഈ സിത്താര തന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. ഇന്നലെ ആരാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്? ഇന്നലെ ഇവിടെ CPMൻ്റെ യൂണിറ്റ് സെക്രട്ടറി മുരളിയും പിന്നെ അരുണും. എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് ഞാൻ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ റോഡിൽ ബഹളം കേട്ടത്. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെന്നാണ് ആദ്യം കണ്ടപ്പോൾ മുകളിൽ നോക്കി മനസ്സിലായത്. കാരണം ഒരു കാറ് വന്നിട്ട് ഒരു സ്കൂട്ടർ തറയിൽ കിടക്കുന്നുണ്ട്, അവിടെ ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ അരുണും ഈ മുരളിയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ശകലം പോലും ബോധമില്ല. അപ്പോൾ ഒരു 2 വീലറിൽ വന്ന പയ്യന്മാർ ഇടിച്ചിട്ടതാണ് ഈ വായനശാലയുടെ ഫ്രണ്ടിൽ വെച്ച്. ഇടിച്ചിട്ട് അവർ താഴെ വീണു. എന്നിട്ട് ഈ പിള്ളേരെ എടുത്തിട്ട് അടിക്കുകയാണ് അവർ. പിള്ളേർ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുത്തുകാർ പോലും അല്ല എന്ന് പറഞ്ഞിട്ട്. ബോധം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് ആദ്യമായിട്ടല്ല ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. ഇവിടെ സ്ഥിരമായിട്ട് ഒരു പബ്ലിക് റീഡിങ് റൂമാണത്. ദേശാഭിവർദ്ധിനി വായനശാല എന്നാണ് അതിൻ്റെ പേര്. ഈ വായനശാലയോട് ചേർന്ന് അതിൻ്റെ തൊട്ട് ബാക്കിലൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്താണ് എപ്പോഴും മദ്യപാനം, ചീട്ടുകളി. ഇതൊരു സ്ഥിരം നടക്കുന്ന സംഭവമാണ്. പലതവണ പരാതികൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ റോഡെന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു ആക്സിഡൻറ്റ്, കാരണം അവിടെ എത്തുമ്പോൾ വീതി കുറവാണ്. ഇവർ തന്നെയാണ് ഈ റോഡ് വീതി കൂട്ടാനും സമ്മതിക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ വായനശാല പൊളിച്ച് മാറ്റേണ്ടി വരും. അപ്പം ഇതിന് മുന്നേ ഇത് ഒരു ആക്സിഡൻറ്റ് നടന്ന് അതിന് ഒരു ബുള്ളറ്റിൽ വന്ന 2 പയ്യന്മാർ ആ സ്പോട്ടിൽ മരിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ വീതി വളരെ കുറവാണ്. ആ സ്ഥലത്താണ് ഇവർ ഇന്നലെ കൊണ്ടുവന്ന് ആ പയ്യന്മാരെ ഇടിച്ചിട്ടത്. അപ്പം പലതവണ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സന്ധ്യ ആകുമ്പോഴത്തേനും അവിടെ ഇരുന്ന് കുടിക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് റേഷൻ കടയുണ്ട് അതിനകത്തിരുന്ന് കുടിക്കുക. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഇതേപോലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്ത സമയം കുട്ടികളെ മദ്യപിച്ചിട്ട് ചീത്ത വിളിച്ചത്. പരാതി കൊടുത്തു, വീഡിയോ ഞങ്ങളുടെ CCTV ദൃശ്യങ്ങൾ എടുത്തു കൊടുത്തു, കേസെടുത്തു. അതിൻ്റെ തൊട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവർ ചെയ്തതെന്താ വെച്ചാൽ ആ പരാതി കൊടുത്ത എൻ്റെ വൈരാഗ്യത്തിൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് പടക്കം നേരെ വീട്ടിനകത്തോട്ട് പൊട്ടിച്ചു. അതിന് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് കേസെടുത്താലും പേട്ട സ്റ്റേഷനിൽ നിന്ന് ഇവർക്കെതിരെ ഒരു നടപടിയും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇതുവരെ നടന്നു പോകുന്നത്. നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായോ? എന്താണ് അത്? ഇന്നലെ ഇതേപോലെ ഇവരാണ് പ്രശ്നക്കാരെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. കാരണം ഇതൊരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട്. അങ്ങനെ പോയപ്പോഴത്തേനുമാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓടിക്കൊണ്ട് ഇത് മുരളി ഒരു കല്ല് എടുത്തുകൊണ്ട് വന്ന് കല്ലെടുത്തെറിയാൻ. ആ കല്ലായിട്ട് തലയിൽ എൻ്റെ മോളുടെയൊക്കെ തലയിൽ വീണിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി എടുത്തെറിയാൻ വന്നത്. അത് വ്യക്തമായിട്ട് അതിൽ കാണാം. അതിന് ഇന്നലെ വീഡിയോ എടുത്ത് ആ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പരാതി. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും ആ പരാതിയിന്മേൽ എന്താണെന്ന് തിരക്കാനോ ഒന്നും ഒരു നടപടിക്കായിട്ടും എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
സ്റ്റേഷനിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇന്നലെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്, ഗോവിന്ദ മാഷിനെ അറിയിച്ചിട്ടുണ്ട്, ബേബി സാറിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കമ്മീഷണർ തൊട്ട് DGP, അദ്ദേഹം കമ്മീഷണർ, DCP എല്ലാവർക്കും ഇത് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പരാതിയായിട്ട് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു പൊതുശല്യമാണോ ഈ നാട്ടിൽ? എത്രയോ നാളായി തുടങ്ങിയിട്ട്. ഇവിടെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ എല്ലാ റോഡിലോട്ടാണ് ഇരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡ്, കൊടികൾ ഒന്നും വെക്കാൻ പറ്റില്ല. ഈ സിറ്റിക്കകത്തുള്ള സകലത് മാറ്റി. ഇത്രയും വലിയ പ്രശ്നമായിരുന്നു, ഇത്രയും വലിയ രീതിയിൽ എടുത്ത് മാറ്റി, ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് മാത്രം ഈ ജംഗ്ഷൻ്റെ അപ്പുറത്തുള്ളത് എടുത്ത് മാറ്റി, ഇതിൻ്റെ അപ്പുറത്തുള്ളത് എടുത്ത് മാറ്റും. ഞങ്ങൾ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി എടുത്ത് പറഞ്ഞു, അവർക്ക് നേരിട്ട് അയച്ചു കൊടുത്തു. കോർപ്പറേഷൻ സെക്രട്ടറി എന്നോട് ഏത് ലൊക്കേഷനാണെന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അത് ചെയ്തു കൊടുത്തു. പക്ഷേ ഇന്നും അവിടെ ബോർഡും കോടികളും എല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അവരുടെ പിടിപാട് എന്താണെന്ന്. ഇവർ ഇന്നലെ എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കല്ലെറിയാൻ വന്നത്? അത് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് എന്തായാലും ഇത് പരാതി കൊടുക്കാനാണെന്ന് അറിയാം. അപ്പം ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നലെ കല്ലും കൊണ്ടുവന്നത്. ഈ ഗോവിന്ദ മാഷയും MA ബേബിയും അറിയിച്ചു എന്ന് പറഞ്ഞു, അവരെന്താണ് പ്രതികരിച്ചത്? അവർ പറഞ്ഞ ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രസ്ഥാനത്തിൽ മദ്യപിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ളവരെ ഇരുത്തത്തില്ല. കാരണം ഇതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ അത് കണ്ടായിരുന്നു. ഇതേപോലെ മദ്യപിച്ചിട്ടാണെങ്കിൽ അവരുടെ പാർട്ടിയിൽ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞൊരു പ്രസംഗം കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ അവിടെ തന്നെ അറിയിച്ചത്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ അതിന് നടപടിയെടുക്കും, എനിക്കെല്ലാം വീഡിയോ എടുത്ത് അയച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബേബി സാർ പറഞ്ഞു ഹോം മിനിസ്റ്ററുമായി ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കുകയാണ്, 2 ദിവസത്തിനകം അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാം, ആ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്നത് നാട്ടുകാർ മാത്രമാണോ, അല്ലെങ്കിൽ CPM അനുഭാവിയിൽപ്പെട്ടവർ ആയിരുന്നു കൂടുതലുണ്ടായി? CPMൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. കാരണം അവർ വന്നിട്ടാണ് പിന്നെ ഈ പയ്യന്മാരെ പറഞ്ഞു വിട്ടത്. പയ്യന്മാരെ ഒരുപാട് നേരം നിൽക്കുന്നത്, തലയിൽ ഹെൽമെറ്റ് വലിച്ചൂരുന്നു, എന്തൊക്കെ ബഹളമാണ് കാണിച്ചത്. പക്ഷേ പാർട്ടിക്കാരും കൂടെ വന്നിട്ടാണ് പിന്നെ പറഞ്ഞു വിട്ടത്. ആർക്കും ഇടപെടാൻ, കാരണം എന്താ വെച്ചാൽ ഇവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അനുഭവം ഇതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പരാതി കൊടുത്തപ്പോൾ തൊട്ട് 2 ദിവസം കഴിഞ്ഞുകൊണ്ട് പടക്കം കൊണ്ട് പൊട്ടിച്ചു. അപ്പം എല്ലാവർക്കും ഇത് തുറന്നു പറയാൻ ഭയങ്കര പേടിയാണത്. ഈ മുരളി ഉൾപ്പെടെയുള്ളവർ വേറെ മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു CPMൻ്റെ ഏത് പദവി വഹിക്കുന്നവരാണ് ഈ നാട്ടിൽ? ഈ മുരളി എന്ന് പറയുന്നത് CPMൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്, ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയാണ്. മറ്റേ ആൾ പ്രസിഡന്റ് എന്തോ ആണെന്ന് തോന്നുന്നു, അരുൺ എന്ന് പറയുന്ന ആൾ. നിരന്തരം കാണുന്ന ആൾക്കാർ? നിരന്തരം കാണുന്ന ആൾ. മിക്കവാറും ദിവസങ്ങളിൽ അവധി ഇവർ ഈ സന്ധ്യ കഴിയുമ്പോഴത്തേനും ഈ റൂം തുറന്നിട്ട് ഇതിനകത്ത് തന്നെയാണ് ഈ ചീട്ടുകളി, മദ്യപാനമൊക്കെ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. എന്നിട്ട് ചില സമയങ്ങളിൽ മദ്യപിച്ച് മുണ്ടും തലയിൽ കെട്ടിയാണ് ഈ റോഡ് വഴി നടക്കുന്നത്. പലതവണയാണ് ഇത്. ഇവിടെ പ്രശ്നങ്ങൾ ഞങ്ങളുമായിട്ട് ഈ വീട് വെക്കുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂണിയൻകാരുണ്ട്, അവർക്ക് ലേബർ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അന്ന് ഞങ്ങളിവിടെ സാധനങ്ങൾ ഇറക്കാനായിട്ട് ഇവർക്ക് കൊടുക്കാൻ ഞങ്ങൾ ലേബർ ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് ഇവർ കാരണം എന്താ വെച്ചാൽ ഇവർ ഓരോന്നിനും നമുക്ക് അനുവദിച്ചിട്ടുള്ള ലേബർ റേറ്റ് അല്ല ഇവരെടുക്കുന്നത്, അതിൽ കൂടുതലാണ്. അപ്പം അന്ന് നമ്മൾ ലേബർ ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങി കൊണ്ടുവന്ന് ഞങ്ങളിവിടെ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇവർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയതാണ്. അന്നും ഇവർക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് തൊട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്ത് വന്നാലും ഈ മുരളി എന്ന് പറയുന്ന ആളിനെ സംരക്ഷിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെന്ത് ചെയ്താലും ആദ്യം ഫോൺ ചെയ്യുന്നത് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ നാട്ടിൽ എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ അറിയാം, ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ വലം കൈയാണ് ഈ യൂണിറ്റ് സെക്രട്ടറി മുരളി എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും സ്റ്റേഷനിൽ നിന്ന് ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തതും ഇതേപോലെ ഇത്രയും വൃത്തികേടുകൾ ഈ നാട്ടിൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കരിക്കകം വായനശാല ജംഗ്ഷനിലാണ്. പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു 2 സഖാക്കൾക്കെതിരെ CPMകാർക്കെതിരെ പരാതി നൽകുന്നുണ്ട് എങ്കിലും കൃത്യമായ നടപടി സ്വീകരിക്കാൻ പോലീസോ മറ്റധികാരികളോ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഈ വീട്ടമ്മ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ മുതിർന്ന CPM നേതാക്കളുടെ സഹായവും എല്ലാം തന്നെ ഈ ഒരു CPMകാർക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വീട്ടമ്മ നൽകിയ വിശദീകരണത്തിലൂടെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വായനശാലയുടെ പേര് ദേശാഭിവർദ്ധിനി എന്നാണ്. എന്തായാലും ഈ ഒരു വായനശാലയെ ചുറ്റിപ്പറ്റിയാണ് ഈ സഖാക്കളുടെ ഈ മദ്യപാനവും മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന പ്രവണതയെല്ലാം തന്നെ നടക്കുന്നത്. ഇത് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്
ഈ ഒരു വീട്ടമ്മ ഈ പരാതിയിലും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.